എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സായി ആവട്ടെ, അവൻ ആരും കാണാതെ ഇപ്പൊ ആ കാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ആരും കാണാതെ അവിടെ ഇരുന്ന് ഇപ്പൊ എന്തൊക്കെയോ ചെയ്യുമ്പോ സാക്കുര ആവട്ടെ, അവൾ ടെൻഷനായിട്ട് ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, അവന്റെ മൂവ്മെന്റ്സ് അതെന്താണെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് അവൾ ഇപ്പൊ റെഡി ആയിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങും. ഇവിടെ നമ്മുടെ സ്വത്തുമണി കുട്ടപ്പനാവട്ടെ ഇപ്പോഴും സ്വപ്നമൊക്കെ കണ്ട് കൂർക്കം വലിച്ച് കിടക്കുകയാണ്. സ്വപ്നത്തിൽ കുട്ടപ്പൻ ഇപ്പൊ ഒരുപാട് ചുന്ദരികളുടെ കുളിസീൻ ഓർക്കുമ്പോഴായിരിക്കും മാസ്റ്റർ പറഞ്ഞ ജിറയ മാമന്റെ കഥ ഓർമ്മ വരിക. ഇത് സ്വപ്നമാണോ യഥാർത്ഥത്തിൽ നടക്കുന്നതാണോ എന്നറിയാതെ ഇപ്പൊ കുട്ടപ്പനാവട്ടെ പേടിച്ച് ഞെട്ടി എഴുന്നേക്കും. അപ്പൊ കുട്ടപ്പൻ ആ റൂമില് ഇപ്പൊ സായി നോക്കും. പക്ഷെ അവന്റെ ബാഗും ഡ്രസ്സും ഒന്നും കാണാനുണ്ടാവില്ല. കുട്ടപ്പൻ അവിടെ മുഴുവൻ ഇപ്പൊ അവനെ തെരഞ്ഞ് പുറത്തേക്ക് ഓടി വരുമ്പോ മാസ്റ്റർ മുൻപിലുണ്ടാവും. കുട്ടപ്പൻ മാസ്റ്ററിനോട് പറയും, ആ ചെക്കൻ അവനെ കാണാനില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ വലിയൊരു കള്ളനാണെന്ന്. അതിന് മാസ്റ്റർ പറയും, അവനിപ്പോ റെഡി ആയിട്ട് പുറത്ത് നിൽപ്പുണ്ട്. മാസ്റ്റർ കുട്ടപ്പനോട് പറയും, എനിക്ക് നിന്റെ ഒരു സഹായം അതിപ്പോ അത്യാവശ്യമാണ്. കട്ട് ചെയ്താ ഇപ്പൊ സാക്കുറ പതിയെ നടന്ന് സായിയുടെ അടുത്തേക്ക് വരും. അവൻ കണ്ടു എന്ന് മനസ്സിലാവുമ്പോ ഇപ്പൊ സാക്കുറ പറയും, ഹായ്, നീ ചിത്രമൊക്കെ വരയ്ക്കോ? അതിനവൻ പറയും, നീ ഫേക്ക് സ്മൈൽ കാണിച്ച് എന്നെ വീണ്ടും ഇടിക്കാനാണോ ഇവിടേക്ക് വന്നത്? അതിന് സാക്കുറ പറയും, സത്യമായിട്ടും ഞാൻ ഇടിക്കാനൊന്നും വന്നതല്ല, നിന്നിലും ചില ഗുഡ് ക്വാളിറ്റീസ് ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ഈ ഒരു ചിത്രം അതെനിക്ക് കാണിച്ചു തരുമോ? ഈ ഒരു ചിത്രത്തിന്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോ ഇവിടെ സായി ആവട്ടെ ഒന്നും മിണ്ടാതെ ചിത്രം വരച്ചുകൊണ്ടേയിരിക്കും. സാക്കുറ ചോദിക്കും, ഈ ഒരു ചിത്രത്തിന്റെ പേര് അതെന്താണ്? അതിന് സായി പറയും, ഇത് വെറും ഒരു ചിത്രമാണ്, ഇതിന് പേരൊന്നുമില്ല. അവൾ എന്തെങ്കിലും ഒരു പേരിടൂ പ്ലീസ് എന്ന് പറയുമ്പോ അതിന് സായി പറയും, ഞാൻ ഇതുവരെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, പക്ഷെ ഒരൊറ്റ ചിത്രത്തിന് പോലും ഞാൻ പേരിട്ടിട്ടില്ല. അതിന് സാക്കുറ, നിന്റെ ചിത്രങ്ങൾക്ക് എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടാവില്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് ചേരുന്നൊരു പേര് അത് കൊടുക്കേണ്ടേ ചോദിക്കുമ്പോ അവൻ പറയും, എനിക്ക് അങ്ങനെ പേര് കൊടുക്കാനൊന്നും ഇഷ്ടമല്ല, മാത്രമല്ല ഞാൻ ഒന്നിനെ കുറിച്ചും അങ്ങനെ കൂടുതലായിട്ട് ചിന്തിക്കാറില്ല. അപ്പൊ നിനക്ക് ലൈഫില് ആരോടും കമ്മിറ്റ്മെന്റ്സ് ഇല്ലേന്ന് ചോദിക്കുമ്പോ കുട്ടപ്പനാവട്ടെ അവൻ പതിയെ ഇപ്പൊ പുറകിലൂടെ നടന്നു എന്ന് പറയും. അവനെ കണ്ടാൽ തന്നെ അറിയില്ലേ അവൻ ആരോടും ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ലാന്ന്. കുട്ടപ്പൻ അങ്ങനെ വന്ന് ഇപ്പൊ അവൻ വരച്ച ആ ഒരു ചിത്രം നോക്കും. ഇതാണോ വലിയ ചിത്രം? ഇത് കാണുമ്പോ തന്നെ അറിയാം ഇതൊന്നിനും കൊള്ളില്ലാന്ന്. അതിന് സായി പറയും, എന്റെ ചിത്രങ്ങള് നിന്നെപ്പോലൊരു ഭൂതത്തെക്കാളും എത്രയോ ഭേദമാണ്. കുട്ടപ്പന് കലി കയറി, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കും? നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്ക്. അതിനവൻ പറയും, എനിക്ക് നീ ഒരു എര പോലും അല്ല, മാത്രമല്ല നിന്നെയൊന്നും ഞാൻ ബഹുമാനിക്കുന്നു പോലുമില്ല. സായി മെല്ലെ ഇപ്പൊ അവന്റെ ഫോട്ടോസും ബുക്സും ഒക്കെ എടുക്കുമ്പോ സാക്കുറ പറയും, നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞ് അവന്റെ ഒരു ബുക്ക് ഇപ്പൊ സാക്കുറ എടുത്ത് അവനെ കാണിച്ചിട്ട് ചോദിക്കും, ഈ ഒരു ബുക്ക് അത് നിന്റെയാണോ? അതിനവൻ അതെന്റെ ബുക്ക് തന്നെയാണെന്ന് പറയുമ്പോ ഇപ്പൊ സാക്കുറ ആവട്ടെ ആ ഒരു ബുക്കിന്റെ പുറത്ത് ഇപ്പൊ ഒരു ഫോട്ടോ കാണും. അത് കാണുമ്പോ തന്നെ അവള് കൊഞ്ചിയിട്ട് ഇപ്പൊ കുറുവിയിട്ട് അവനോട് ചോദിക്കും, ഈ ഒരു ബുക്കില് ഒരുപാട് ഫോട്ടോസ് ഉണ്ടല്ലേ, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഈ ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടോട്ടെ? അതിനവൻ, വേണ്ട വേണ്ട, എനിക്കതൊന്നും തീരെ ഇഷ്ടമല്ല, മാത്രമല്ല ഈ ഒരു ബുക്ക് അതെന്റെ ചേട്ടന്റെയാണ്, അതിലെ ഫോട്ടോസ് അത് മറ്റൊരാൾ കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് കേട്ട് നറൂട്ടോ, വാവ്, നിനക്കവന്റെ ബുക്ക് കാണണം അല്ലേ, അപ്പൊ എന്നെക്കാ വലുത് നിനക്ക് ഈ മാക്കാച്ചി മോറനാണല്ലേ ചോദിക്കുമ്പോ ഇവിടെ മാസ്റ്റർ ആവട്ടെ നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, നിങ്ങളുടെ ടീം വർക്ക് അത് ഇമ്പ്രൂവ് ആയോ? അത് തീരെ ഇഷ്ടപ്പെടാതെ കുട്ടപ്പനാവട്ടെ, എന്റെ ടീം വർക്ക് അതൊട്ടും ഇമ്പ്രൂവ് ആയിട്ടില്ല, പക്ഷെ ഇവരുടെ ടീം വർക്ക് അതിങ്ങനെ പോവാണെങ്കിൽ എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. അത് കേൾക്കുമ്പോ ദേഷ്യത്തില് ഇപ്പൊ മാസ്റ്റർ കുട്ടപ്പനെ നോക്കും. കുട്ടപ്പൻ പേടിച്ചു വരച്ച്, ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഞങ്ങൾ തമ്മില് ഇപ്പൊ ഭയങ്കര സ്നേഹത്തിലാണ്, ഞങ്ങളുടെ ടീം വർക്ക് അത് അടിപൊളിയാണെന്നൊക്കെ പറയുമ്പോ ഇവിടെ സായി ആവട്ടെ, കുട്ടപ്പൻ കള്ളം പറയാണ്, അവന്റെ ഫേക്ക് സ്മൈല് അത് കണ്ടിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അത് കേട്ട് സാക്കുറ പറയും, ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്, ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുമ്പോ മാസ്റ്റർ ആവട്ടെ അവരെയും കൂട്ടി ഇപ്പൊ മുൻപോട്ട് നടക്കും. കുട്ടപ്പനാണെങ്കില് സായി ഒട്ടും ഇഷ്ടാവില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ സായിയെ തന്നെ തുറിച്ചു നോക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ മാസ്റ്റർ ആവട്ടെ ഒരു കാട്ടിലൂടെ മുൻപോട്ട് പോകാൻ തുടങ്ങും. സാക്കുറയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ഇയാളിത് എങ്ങോട്ടാ പോകുന്നതെന്നും പറഞ്ഞ് ഇപ്പൊ സാക്കുറയും ബാക്കിയുള്ളവരും ആളുടെ പുറകെ തന്നെ പോകും. അവരാ കാട്ടിലൂടെ പോകുമ്പോ അവർക്ക് ചുറ്റും ഇപ്പൊ പല്ലിയും പാമ്പും അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ, അങ്ങനെ ഒരുപാട് ജീവികള് അവരുടെ അടുത്തുകൂടെ പോവും. അങ്ങനെ മലയെല്ലാം വലിഞ്ഞു കയറി അവർ മുൻപോട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ സാക്കുറ ചോദിക്കും,
എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ കാട്ടുവഴിയിലൂടെ പോകുന്നത്? അതിന് മാസ്റ്റർ പറയും, ഒക്കാക പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ഒരു പക്ഷേ ഇതൊരു ട്രാപ്പ് ആണെങ്കിൽ അവർ നമ്മളെ ട്രാപ്പിൽ പെടുത്തി ചിലപ്പോ കുട്ടപ്പനുമായിട്ട് കടന്നു കളഞ്ഞേക്കാം. സോ നമ്മൾ ട്രിഞ്ചി ബ്രിഡ്ജിൽ എത്തുന്നവരെ ഇതേ വഴിയിലൂടെ തന്നെയായിരിക്കും മുമ്പോട്ട് പോവുക. അപ്പൊ അവര് കുറെ മുൻപോട്ട് നടക്കുമ്പോ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോ മാസ്റ്റർ പറയും, നമ്മൾ ഇത്രയും നേരം ട്രാവൽ ചെയ്തു, അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഇവിടെ വിശ്രമിക്കാം. അപ്പൊ അത് കേട്ട് വണ്ടർ അടിച്ച് ഇപ്പൊ നറൂട്ടോ ചോദിക്കും, ഇതൊരു ഓപ്പൺ പ്ലേസ് ആണ്, ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ വിശ്രമിക്കുന്നത് അത് വലിയ ആപത്താണ്. ആ സമയത്ത് ഇപ്പൊ മാസ്റ്റർ ആവട്ടെ വുഡ് ലെവൽ ഹൗസ് ജിപ്സു എന്ന് പറയുമ്പോ വലിയൊരു വീട് അവിടെ ക്രിയേറ്റ് ആയി വരും. അത് കണ്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. നറൂട്ടോ ആവട്ടെ ഇപ്പൊ ഒത്തിരി ഹാപ്പി ആയിട്ട് ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് ഹായായിട്ട് കയറി ചെല്ലും. നമ്മുടെ കുട്ടപ്പന് ആ വീട് ഭയങ്കര ഇഷ്ടാവുകയും ചെയ്യും. അവൻ പറയും, പുറത്ത് കിടന്ന് ആരെങ്കിലും തല്ലി കൊല്ലുന്നതിലും ഭേദം ഇതിന്റെ ഉള്ളിൽ കിടന്ന് മൂട്ടകടി കൊണ്ട് ചാവുന്നതാണ്. എനിക്ക് ഈ റൂം വേണമെന്നും പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഒരു റൂമിൽ വലിഞ്ഞു കയറി അവിടെ ഹായായിട്ട് കിടക്കും. അപ്പൊ കുട്ടപ്പന്റെ പിന്നാലെ തന്നെ ഇപ്പൊ സായും വന്ന് ആ റൂമിലിരിക്കും. അത് കാണുമ്പോ ഇപ്പൊ കുട്ടപ്പന് തീരെ പിടിക്കില്ല. ഈ സാധനം എന്തിനാ എന്റെ പുറകെ തന്നെ വരുന്നേ? നറൂട്ടോ നോക്കുന്ന കണ്ട് ഇപ്പൊ സായി ചോദിക്കും, അയ്യോ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാനിവിടെ ഇരിക്കുന്നതില്? കുട്ടപ്പന് കലി കയറി ഒരു കുഴപ്പമില്ലാന്നും പറഞ്ഞ് അവൻ ബാഗ് എടുത്ത് ഇപ്പൊ മുൻപോട്ട് നടന്നു പോകും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ മാസ്റ്റർ ആവട്ടെ എല്ലാവരെയും അടുത്തേക്ക് വിളിച്ച് സാക്കുറയോട് ഇപ്പൊ സാസുരയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അവനെ കുറിച്ച് ആകെ അറിയാവുന്നത് നിനക്ക് മാത്രമാണ്. മുൻപേ ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാണ്, പക്ഷെ ഇപ്പോഴാണ് എനിക്കതിന് സമയം കിട്ടിയത്. അത് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ സാക്കുറ പേടിച്ചു വരച്ച് ആ ഒരു ഫ്ലാഷ് ബാക്ക് അത് ആലോചിക്കാൻ തുടങ്ങും. സാൻഡ് വില്ലേജിൽ നിന്ന് അവനെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. പക്ഷെ അവൻ എങ്ങനെയിരിക്കും, അവന്റെ മാനറിസം, അവന്റെ സംസാരം, അതെല്ലാം തന്നെ നീ ഇപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരണം. ഇതൊക്കെ അറിഞ്ഞിട്ട് ഇയാൾക്കിപ്പൊ എന്തിനാണെന്ന് കുട്ടപ്പൻ ചെറിയ സ്വരത്തിൽ പറയുമ്പോ അത് മാസ്റ്റർ കേട്ടിട്ട് പറയും, നമ്മൾ കാണാൻ പോകുന്നത് ഒറോച്ചിമാറുവിന്റെ ഒരു ശിങ്കിടിയാണ്. മാത്രമല്ല അവൻ സാസുരിയുടെ ഒരു സ്പൈ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവനെ കാണാൻ പോകുമ്പോ നമ്മുടെ ഗെറ്റപ്പ് അത് സാസുരെ പോലെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവനിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയൂ. അതിന് കുട്ടപ്പൻ ചോദിക്കും, മാസ്റ്റർ നിങ്ങളാണോ ഇപ്പൊ സാസുരയായിട്ട് ട്രാൻസ്ഫർമേഷൻ ആവാൻ പോകുന്നത്? അതെ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് അവന്റെ ഓരോ മൂമെന്റ്സും എനിക്ക് മനസ്സിലാക്കണം. ആദ്യം ഞാനായിരിക്കും മുൻപിൽ പോവുക. ഒരു കുഴപ്പമില്ലെങ്കിലും മാത്രമേ ഞാൻ സിഗ്നൽ തരൂ. ആ സമയത്ത് മാത്രമേ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരാൻ പാടുള്ളൂ എന്ന് പറയുമ്പോ ഇപ്പൊ സാക്കുറ ആവട്ടെ വീണ്ടും ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. സാസുരി അവൻ മരിക്കുന്ന സമയത്താണ് അവളുടെ അടുത്ത് ആ ഒരു കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതൊരു ട്രാപ്പ് ആവാൻ 1% പോലും ചാൻസ് ഇല്ല. അതിന് ക്യാപ്റ്റൻ പറയും, എന്തൊക്കെയാണെങ്കിലും നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. സായി പറയും, ഇത്തവണയെങ്കിലും നമ്മൾ ഗ്രൂപ്പായി ചേർന്ന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. അതിന് കുട്ടപ്പൻ പറയും, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവനെ കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. കട്ട് ചെയ്താ ഇപ്പൊ കാട്ടിലൂടെ ആ ഒരു സ്പൈ അവൻ പതിയെ നടക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ മാസ്റ്റർ പറയും, എന്ത് വില കൊടുത്തും അവനെ അറസ്റ്റ് ചെയ്ത് നമ്മൾ ലീഫ് വില്ലേജിൽ കൊണ്ടുപോകണം. അവനെ നഷ്ടപ്പെട്ടാല് പിന്നീട് ഒരിക്കലും ഒറോച്ചിമാറുവിനെ കുറിച്ചോ സാസുകയെ കുറിച്ചോ ഒരു ഇൻഫർമേഷനും നമുക്ക് കിട്ടില്ല. പ്ലാൻ എ, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ മാത്രമേ പ്ലാൻ ബിയിലേക്ക് കടക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ ഞാൻ നിങ്ങൾക്ക് സിഗ്നൽ തരും. സോ എല്ലാവരും ടീം വർക്ക് ആയിട്ട് വേണം വർക്ക് ചെയ്യാൻ. നിങ്ങളുടെ കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് വേണം നിങ്ങൾ മുൻപോട്ട് പോവാൻ. അതിന് കുട്ടപ്പൻ പറയും, ഇത്തവണ എന്റെ ടീം വർക്ക് കണ്ട് നീ ഞെട്ടും. ഉടനെ മാസ്റ്റർ പറയും, ഞാനും സാക്കുറയും ഒരു ടീമായിട്ടായിരിക്കും ഇവിടെ വർക്ക് ചെയ്യുക. അതേസമയം കുട്ടപ്പനും സായും മറ്റൊരു ടീമായിട്ട് വർക്ക് ചെയ്യണം. അത് കേൾക്കുമ്പോ നമ്മുടെ കുട്ടപ്പനാവട്ടെ സായുടെ കൂടെയോ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല എന്ന് കുട്ടപ്പൻ ചിന്തിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും